ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യക്ഷീകരണമായ ഫാത്തിമയിലെ പ്രത്യക്ഷീകരണത്തെ പറ്റിയാണ് നാം ഇന്ന് പറയാൻ പോകുന്നത്. ഇന്ന് നമ്മൾ ഫാത്തിമ മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ്. പോർച്ചുഗലിലെ ലിസ്ബണിൽ നിന്നും 88 കിലോമീറ്റർ അകലെ വടക്ക് ഫാത്തിമ എന്ന രാജ്യത്താണ് ജസിന്ത മാർത്തോ, ഫ്രാൻസിസ്കോ മാർത്തോ, ലൂസിയ എന്നീ കുട്ടികൾക്ക് മാതാവ് പ്രത്യക്ഷപ്പെട്ടത്. ലൂസിയ എന്ന 9 വയസ്സുകാരി തൻ്റെ സുഹൃത്തുക്കളായ തെരേസ മത്തിയാസ്, മരിയ റോസ്, മരിയ ജസ്റ്റിൻ എന്നിവരോടൊപ്പം ആടുകളെ മേയ്ക്കുവാനായി പോയി. ഉച്ചയൂണിന് ശേഷം പതിവായി ചെല്ലുന്ന ജപമാല ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ അവർക്ക് മാലാഖ പ്രത്യക്ഷപ്പെട്ടു. എന്നാൽ ഇവർ വീടുകളിൽ പോയി പറഞ്ഞപ്പോൾ അവരാരും അത് വിശ്വസിച്ചില്ല. അതിനെ അവർ തള്ളിക്കളഞ്ഞു. കുറെ ദിവസങ്ങൾക്ക് ശേഷം ലൂസിയ സുഹൃത്തുക്കളെ വിട്ട് ബന്ധുക്കളായ ഫ്രാൻസിസ്കോ മാർത്തോ, ജസിന്ത മാർത്തോ എന്നിവരോടൊപ്പം ആടുകളെ മേയ്ക്കാൻ പോയി. പതിവ് പോലെ ഉച്ചയൂണിന് ശേഷം ജപമാല ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ അവർക്ക് മാലാഖ പ്രത്യക്ഷപ്പെട്ടു. മാലാഖ അവരെ ആശ്വസിപ്പിച്ചു. ഭയപ്പെടേണ്ട, ഞാൻ സമാധാനത്തിൻ്റെ മാലാഖയായ വിശുദ്ധ മിഖായേലാണ് എന്ന് പറഞ്ഞു. 1917 മെയ് 13 ജസിന്ത മാർത്തോയും ഫ്രാൻസിസ്കോ മാർത്തോയും ലൂസിയായും കൂടി ഗോവാദ ഏരിയ എന്ന സ്ഥലത്ത് ആടുകളെ മേയ്ക്കാനായി പോയി. അവർ ചെന്ന് കഴിഞ്ഞപ്പം ഭയങ്കര മഴയെ തുടർന്ന് ഒരു ഗുഹയിൽ കയറി നിന്നു. അപ്പോൾ അതീവ സുന്ദരിയായ ഒരു യുവതി, വെള്ള വസ്ത്രം ധരിച്ച് സൂര്യനേക്കാൾ ശോഭയേറിയ യുവതി അവരുടെ അടുക്കൽ വന്നു. കുട്ടികൾ ആകെ ഭയവികലരായി. അവൾ കുട്ടികളെ ആശ്വസിപ്പിച്ചു. അപ്പോൾ ലൂസിയ അവളോട് ചോദിച്ചു, നീ ആരാണ്? അപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ സ്വർഗത്തിൽ നിന്നാണ് വരുന്നത്. എല്ലാ മാസവും 13 അതായത് ഓഗസ്റ്റ് 13 വരെ എല്ലാ മാസവും 13 നിങ്ങളിവിടെ വരണമെന്നും പതിവായി ജപമാല ചൊല്ലണമെന്നും അമ്മ കുട്ടികളോട് ആവശ്യപ്പെട്ടു. ഫ്രാൻസിസ്കോയും ലൂസിയായും ഇത് ഹൃദയത്തിൽ സംഹരിച്ചു വെച്ചതല്ലാതെ ഇവർ ആരോടും ഈ പ്രത്യക്ഷീകരണത്തെ പറ്റി പറഞ്ഞില്ല. എന്നാൽ ജസീന്ത എല്ലാവരോടും ഈ പ്രത്യക്ഷീകരണത്തെ പറ്റി പറഞ്ഞു. മെയ് 13 വേറെ 2 സംഭവങ്ങളുമുണ്ട്. ഫ്രഞ്ച് വിപ്ലവകാരിയായ ലെനിൻ കമ്മ്യൂണിസ്റ്റ് വിപ്ലവം ആരംഭിച്ചതും യവൂച്ചിം വെച്ചൂരി മാർപ്പാപ്പയായി സ്ഥാനമേറ്റതും അന്നായിരുന്നു. ജസീന്ത പറഞ്ഞതനുസരിച്ച് ജൂൺ 12 കുട്ടികളോടൊപ്പം കുറെ ആൾക്കാർ ജപമാല ചൊല്ലുവാൻ വേണ്ടി അവിടെ എത്തി. അന്ന് മാതാവ് പ്രത്യക്ഷപ്പെട്ട് അവരോട് പറഞ്ഞു, ജസീന്തയും ഫ്രാൻസിസ്കോയും അടുത്ത നാളിൽ തന്നെ ഞാൻ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുമെന്നും എൻ്റെ വിമല ഹൃദയം ലോകത്തിൽ വണങ്ങാൻ ഈശോ ആഗ്രഹിക്കുന്നുവെന്നും കുട്ടികളോട് മാതാവ് പറഞ്ഞു. ജൂലൈ 13 ധാരാളം ആൾക്കാർ അവിടെ തടിച്ചു കൂടുകയും അമ്മയെ അവരെല്ലാവരും കാണുകയും ചെയ്തു. അന്ന് അമ്മ കുട്ടികളോട് പറഞ്ഞു, യുദ്ധം ഒഴിവാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്നും എന്നും ജപമാല ചെല്ലണമെന്നും ഞാൻ ആരാണെന്ന് ഓഗസ്റ്റ് 13 ഞാൻ പ്രസിദ്ധപ്പെടുത്തുന്നതാണെന്നും അമ്മ പറഞ്ഞു. അമ്മ കുട്ടികളെ കരങ്ങൾ വിരിച്ചു കാണിച്ചു. അത് ഒരു അഗ്നിക്കടലായിരുന്നു. ആ അഗ്നിക്കടൽ കുട്ടികൾക്ക് മനസ്സിലായി അത് നരകമായിരുന്നു. പാപികൾ അനുഭവിക്കുന്ന പീഡകൾ കുട്ടികൾക്ക് നേരി കാണുവാൻ സാധിച്ചു. അമ്മ കുട്ടികളോട് പറഞ്ഞു, റഷ്യയെ എൻ്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കണമെന്നും എല്ലാ ആദ്യ ശനിയാഴ്ചയും കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കണമെന്നും അപ്പോൾ റഷ്യ മാനസാന്തരപ്പെടണമെന്നും കുട്ടികളോട് പറഞ്ഞു. ഇതൊന്നും ഫ്രാൻസിസ്കോ ശ്രദ്ധിച്ചില്ല. അതുകൊണ്ട് അവനെ പഠിപ്പിക്കുവാനായി അമ്മ ഒരു പ്രാർത്ഥന അവർക്ക് പറഞ്ഞു കൊടുത്തു. നമ്മൾക്ക് ജപമാലയുടെ ഓരോ ദശകത്തിന് അവസാനവും ചെല്ലുന്ന പോയിന്റ് ഈശോയെയും ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ എന്ന പ്രാർത്ഥനയാണ് അമ്മ അന്ന് പഠിപ്പിച്ചത്. ഓഗസ്റ്റ് 13 കുട്ടികൾ അവിടേക്ക് പോകുന്നതിന് നിരോധനമുണ്ടായി. ഓഗസ്റ്റ് 15 കുട്ടികൾ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്ന സമയത്ത് വീണ്ടും മാതാവ് അവർക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, അടുത്ത മാസം തീർച്ചയായും നിങ്ങൾ അവിടെ എത്തണം. അങ്ങനെ സെപ്റ്റംബർ 13 കുട്ടികൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ധാരാളം ആൾക്കാർ അന്ന് ആ ഭാഗത്ത് തടിച്ചു കൂടിയിരുന്നു. എല്ലാവരും കൂടി ജപമാല ചൊല്ലിയപ്പോൾ മാതാവ് എന്നും പ്രത്യക്ഷപ്പെടാറുള്ള ഓക്കുമരത്തിന്റെ മുകളിൽ പ്രത്യക്ഷപ്പെടുകയും ധാരാളം രോഗികളെ മാനസാന്തരപ്പെടുത്തുകയും യുദ്ധം അവസാനിക്കാനായി പ്രാർത്ഥിക്കണമെന്നും അമ്മ അവരോട് നിർദ്ദേശിച്ചു. അവസാനത്തെ മാസമായ ഓഗസ്റ്റ് 13
70,000-ലധികം ആളുകൾ അവിടെ തടിച്ചുകൂടുകയും അമ്മ ജപമാല റാണിയാണ് ഞാനെന്ന് പ്രസിദ്ധപ്പെടുത്തുകയും അന്ന് സൂര്യൻ അവിടെ നൃത്തമാടുകയും കറങ്ങുകയും ചെയ്തു. അന്ന് ധാരാളം ആൾക്കാർക്ക് അത് കാണുവാൻ സാധിച്ചു. 3 മിനിറ്റോളം അത് നീണ്ടു നിന്നു. ഏതാണ്ട് 25 കിലോമീറ്റർ ഉള്ളിൽ നിന്നിരുന്ന എല്ലാ ആൾക്കാർക്കും അത് കാണുവാൻ സാധിച്ചു. അങ്ങനെ അമ്മ പരിശുദ്ധ ജപമാല റാണിയാണെന്ന് അന്ന് സഭ അംഗീകരിച്ചു. 1919 ഏപ്രിൽ 4-ന് ഫ്രാൻസിസ്കോ നിത്യസമ്മാനത്തിന് യാത്രയായി. 1920 ഫെബ്രുവരി 20 ജസീന്തയും നിത്യസമ്മാനത്തിന് യാത്രയായി. ലൂസിയ 24 വയസ്സിൽ വിശുദ്ധ ലഹോത്തയുടെ മഠത്തിൽ ചേരുകയും പിന്നീട് കർമ്മലിത്ത മഠത്തിൽ ചേരുകയും അങ്ങനെ 97 വർഷം ജീവിക്കുകയും ചെയ്തു. അവസാനം 2005 ഫെബ്രുവരി 15-ന് മരണമടഞ്ഞു. പാപപങ്കിലവും യുക്തകലുഷിതവുമായ ലോകത്ത് നിന്ന് അകന്നു നിൽക്കുവിനെന്ന അമ്മയുടെ ആഹ്വാനം നമുക്കും സ്വീകരിക്കാം. പാപികളുടെ മാനസാന്തരത്തിനായും നമുക്ക് ജപമാല ചൊല്ലി അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കും.